നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് കെ രാജൻ. സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി ചാണ്ടി ഉമ്മൻ. പത്തനംതിട്ട കോന്നി മുറിഞ്ഞങ്കല്ലിൽ ഉണ്ടായ വാഹനാപകടം ദുഃഖകരമെന്ന് ഗതാഗത മന്ത്രി. മച്ചാട് മാമകത്തിൻ്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് അത്യാവശ്യമാണ്, അനാവശ്യമല്ല. വാർത്തകൾ വിശദമായി. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് കെ രാജൻ. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതെന്നും കെ രാജൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം സഹായത്തിന്റെ പണം ആവശ്യപ്പെട്ട വിവരം അറിയിക്കാനാണ് തീരുമാനം. വകുപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ചിലരുടെ വാദം. അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നടത്താൻ പറ്റിയിടണം ഡൽഹിയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. സുരേഷ് ഗോപിയുടെ നടന വൈഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടതെന്നും എന്ത് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നില്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് DMK അംഗം കനിമൊഴി ലോക്സഭയിൽ സംസാരിച്ചതിനിടെ സുരേഷ് ഗോപിയുടെ ആംഗ്യം ചർച്ചയായിരുന്നു. ഇതിനെതിരെയാണ് മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അപഹസിക്കുകയും ചെയ്യുകയാണ് സുരേഷ് ഗോപി. നടപടി അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമാണ്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ താമസം മാത്രമേയുള്ളൂ. പുരോഗമനപരവും മാതൃകാപരവുമായ രീതിയിലായിരിക്കും പുനരധിവാസമെന്നും കേരള രാഷ്ട്രീയത്തിലേക്ക് BJPക്ക് റോളില്ലാത്തതാകാം അവഗണനയ്ക്ക് കാരണമെന്നും മന്ത്രി ആരോപിച്ചു. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി ചാണ്ടി ഉമ്മൻ. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി ചാണ്ടി ഉമ്മൻ MLA. ഇത് രണ്ടാം തവണയാണ് താൻ മല കയറുന്നതെന്ന് ശബരിമല ദർശനത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. അയ്യന്റെ സന്നിധിയിൽ എത്തിയ ശേഷം മാളികപ്പുറത്തും ദർശനം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം മല കയറിയപ്പോൾ ആരും അറിഞ്ഞില്ല. ഇപ്രാവശ്യവും ആരും അറിയരുത് എന്നാണ് ആഗ്രഹിച്ചതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. അയ്യപ്പ സന്നിധിയിൽ എത്തുന്നത് കഴിഞ്ഞ തവണ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ വൃശ്ചികം 1 തന്നെ ചാണ്ടി ഉമ്മൻ മാലയിട്ട് വ്രതം തുടങ്ങി. വയനാട് DCC ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ, ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാശങ്കർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം മല കയറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ MLAയും സന്നിധാനത്തെത്തി. അയ്യപ്പനോട് എന്താണ് പ്രാർത്ഥിച്ചതെന്ന ചോദ്യത്തിന് അത് വെളിപ്പെടുത്തുന്നില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. കാരണം എന്ത് പറഞ്ഞാലും മാധ്യമപ്രവർത്തകർ അത് വളച്ചൊടിക്കുമെന്നും അതിനാൽ വെളിപ്പെടുത്തുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മല കയറാൻ 2.5 മണിക്കൂർ എടുത്തു. അത് അപേക്ഷിച്ച് ഇക്കുറി അത്രയും സമയം എടുത്തില്ലെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. കൂടുതലൊന്നും പറയുന്നില്ല. സങ്കടമോചകനല്ലേ അയ്യപ്പസ്വാമി, എല്ലാം അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലാ, ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശബരിമലയിലെ സൗകര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. അത് ഭക്തരാണ് പറയേണ്ടതെന്നും അവർ അതിന് ഉത്തരം നൽകട്ടെ എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പത്തനംതിട്ട കോന്നി മുറിഞ്ഞങ്കല്ലിൽ ഉണ്ടായ വാഹനാപകടം ദുഃഖകരമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിലുണ്ടായ വാഹനാപകടം ദുഃഖകരമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവർ ഉറങ്ങിപ്പോയത് എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി പറഞ്ഞു. ഉറക്കം വന്നാൽ ഉറങ്ങണമെന്നത് ഒരു ഡ്രൈവിംഗ് സംസ്കാരമായി നമ്മൾ എടുക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പരിശോധന തുടങ്ങുമെന്നും പക്ഷേ അപകടം ഉണ്ടാവാതിരിക്കാൻ സ്വയം നിയന്ത്രിക്കണമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപകടങ്ങളിൽ KSRTC ഡ്രൈവർമാർക്കും പങ്കുണ്ട്. സ്വിഫ്റ്റ് ബസ്സുകളാണ് ഏറ്റവും അധികം അപകടമുണ്ടാക്കുന്നത്. അവർക്ക് പരിശീലനം നൽകും. എന്നിട്ടും നന്നായില്ലെങ്കിൽ ഒഴിവാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മച്ചാട് മാമകത്തിൻ്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു.
ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഉത്സവമാണ് മച്ചാട് മാമാങ്കമെന്ന് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ചെയർമാൻ KV അശോകൻ അഭിപ്രായപ്പെട്ടു. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1300 വർഷത്തിൽ പരമായി ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരുകിട വ്യത്യാസവും വരാതെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ലോകപ്രശസ്തമായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ മച്ചാട് മാമാങ്കത്തിൻ്റെ 2025 പുന്നംപറമ്പ് വിഭാഗം നേതൃത്വം നടത്തുന്ന ഈ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം ഭഗവതിയോടും അതോടൊപ്പം തന്നെ സർവേശ്വരനോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായും ഫെബ്രുവരി 2025-2014 പറപ്പുറപ്പാട് ആരംഭിച്ച് പുന്നംപറമ്പ് ദേശത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18 നടക്കുന്ന ഈ മച്ചാട് മാമാങ്കം ഉത്സവം എല്ലാ അർത്ഥത്തിലും വൻ വിജയമായി തീരട്ടെ എന്ന ദേവിയുടെ അനുഗ്രഹത്തോടും ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും ഉദാത്തമായ മനുഷ്യസ്നേഹം വെച്ച് പുലർത്തുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും അത് വിജയകരമാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഭഗവതിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും പിന്തുണയും സഹകരണവും ഒക്കെ തന്നെ ഈ മച്ചാട് മാമാങ്കോത്സവത്തിന് ഈ 2025 പുന്നംപറമ്പ് ദേശത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മച്ചാട് മാമാങ്കോത്സവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും വൻ വിജയമാക്കിക്കൊണ്ട് എല്ലാ ആളുകളെയും പങ്കാളികളാക്കിക്കൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി വളരെ നല്ല രീതിയിൽ ഈ ഉത്സവം നമുക്കെല്ലാവർക്കും പോസിറ്റീവ് എനർജി ലഭ്യമാക്കിക്കൊണ്ട് ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും വഴികാട്ടിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പ്രകാശനം നടത്തിയതാണ്. ഈ ബ്രോഷർ പ്രകാശനത്തിന് ഞങ്ങളെ ക്ഷണിച്ചതിനും ഈ പുന്നംപറമ്പ് വിഭാഗത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും ഞങ്ങളും ഈ ഉത്സവത്തിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മച്ചാട് മാമാങ്കം പുന്നംപറമ്പ് ദേശം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോകത്തിലെ തന്നെ പ്രത്യേക ഒരു സംസ്കാര രീതിയുള്ള തങ്ങളുടെ കുറിമാനങ്ങളെ യാതൊരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു മഹാദേശത്തിൻ്റെ മച്ചാട് മാമാങ്കം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ബ്രോഷർ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നത്. പലപ്പോഴും ഈ ബ്രോഷർ ചടങ്ങ് എങ്ങനെയാണോ നമ്മൾ മാമാങ്കം ഭംഗിയാക്കുന്നത് അതിലുപരിയായിട്ട് ഭംഗിയാക്കാൻ വേണ്ടി എല്ലാ ദേശക്കാരും കിണഞ്ഞ് പരിശ്രമിക്കും. ആ എല്ലാ ദേശക്കാർക്കും ഭഗവതിയുടെ വരദാനം ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം മേൽശാന്തി കല്ലൂർമഠം സുരേഷ് എമ്പ്രാന്തിരി മാമാങ്കപ്പണം സമർപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, മച്ചാട് മാമാങ്കം തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, പനങ്ങാട്ടുകര വിഭാഗം പ്രസിഡന്റ് KK ശിവദാസൻ, അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത്, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർമാരായ ജസ്ലീൻ, MJ രഞ്ജിത്ത്, PJ കോർഡിനേറ്റർമാരായ രജീഷ്, ജോർജ് കുണ്ടുകുളം, വേലാഘോഷ കമ്മിറ്റി ട്രഷറർ CA നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 18 പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം. ഊഴമനുസരിച്ച് പുന്നംപറമ്പ് ദേശക്കാരാണ് ഇത്തവണത്തെ മാമാങ്കത്തിന്റെ ചുമതലക്കാർ. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. വടക്കാഞ്ചേരിയെ ചെങ്കടലാക്കി ആയിരങ്ങൾ അണിനിരന്ന റെഡ് വളണ്ടിയർ മാർച്ചിനും ശക്തിപ്രകടനത്തിനും ശേഷം വാഴാനി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ A. പത്മനാഭൻ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തോടെ CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്മേളനം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി, TK വാസു, നഫീസ, PN സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് അത്യാവശ്യമാണ്, അനാവശ്യമല്ല.
വടക്കാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. ഒരു ദിവസം ശരാശരി 50,000-ഓളം വാഹനങ്ങൾ വടക്കാഞ്ചേരിയിലൂടെ കടന്നുപോകുന്നതുമായി പൊതുമരാമത്ത് വകുപ്പ് 3 ദിവസങ്ങളിലായി നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ടൗണിലെ വീതി കുറഞ്ഞ റോഡും റോഡരികിലെ അശാസ്ത്രീയമായ വാഹന പാർക്കിംഗും വടക്കാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. കൈ കാണിച്ചാൽ എവിടെയും നിർത്തുന്ന സ്വകാര്യ ബസ് സർവീസുകളും ഇഴഞ്ഞു പോകുന്ന വലിയ ടോറസ് വാഹനങ്ങളും വടക്കാഞ്ചേരിയെ വീർപ്പുമുട്ടിക്കുന്നു. ടൗണിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും അരങ്ങേറുന്ന പ്രകടനങ്ങളും സമരങ്ങളും ഗതാഗത സംവിധാനത്തെ ഒച്ചിന്റെ വേഗതയിലാക്കുന്നു. ഇതിനിടെ രോഗികളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകളും ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. വടക്കാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭയും പോലീസും ചേർന്ന് പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇതിനിടെയാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി ബൈപ്പാസ് റോഡ് നിർമ്മിക്കണമെന്ന ആശയം ഉയർന്നത്. ഇതിനിടെ ബൈപ്പാസ് റോഡിന് വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾ വിലങ്ങ് തടവിയാകുകയാണെന്ന ആരോപണം ചില കോണുകളിൽ നിന്നും ഉയർന്നു. എന്നാൽ വ്യാപാരികൾ ഇതിനെ എതിർത്തു. ബൈപ്പാസ് വന്നാൽ വടക്കാഞ്ചേരി ടൗണിലെ വ്യാപാരങ്ങൾ വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇവിടെ ചോദ്യം ബൈപ്പാസ് വേണോ, വ്യാപാരികൾ ഇതിനെതിരാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബൈപ്പാസിന് ചില ആശങ്കകൾ വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് വളരെ വ്യക്തമായി തന്നെ ബൈപ്പാസ് ഉള്ള സ്ഥലത്തെ പ്രസിഡന്റുമാരായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഉദാഹരണത്തിന് ചാലക്കുടി ഞങ്ങളുടെ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേൻ്റെ അടുത്ത് ഞാൻ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. കാരണം നമുക്ക് ക്ലിയർ ആവണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് ചാലക്കുടിയിൽ ബിസിനസ് വർദ്ധിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം ബൈപ്പാസ് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ബിസിനസ് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വടക്കാഞ്ചേരിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ട്രാഫിക് വളരെയധികം കൂടിയ കാരണം ഒരു കടയുടെ മുന്നിൽ പോലും നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല. വണ്ടി നിർത്തിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ഉള്ളതാണ്. അപ്പം ഇവിടെ 1-2 കടക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ നിർത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ട്രാഫിക് വളരെയധികം കൂടുതലായ കാരണം നമുക്ക് വേണ്ട രീതിയിൽ അവിടെ നിർത്താൻ പറ്റാത്തതിനാൽ ജനങ്ങളെല്ലാവരും തന്നെ കാർ പാർക്കിംഗ് ഉള്ള മോളിലേക്കോ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബൈപ്പാസ് വരികയാണെങ്കിൽ ദീർഘദൂര വണ്ടികളൊക്കെ അതിൽ പോകുമ്പം ഈ ഭാഗത്തെ ട്രാഫിക് കുറയും. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു അടുത്തൊരു 5-10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തെയും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ട്രാഫിക് ഇപ്പം 2 ഇരട്ടി 3 ഇരട്ടി ട്രാഫിക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വനിതകളൊന്നും ഇങ്ങനെ 2 വീലറോ 4 വീലറോ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് സ്ത്രീകളടക്കം 2 വീലറും 4 വീലറും ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ട്രാഫിക് വളരെ കൂടിയും വണ്ടികൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയും കച്ചവടം നടക്കാത്തൊരവസ്ഥയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരമാണ് നമ്മളെ സംബന്ധിച്ച് ബൈപ്പാസിൽ കൂടെ പോകുന്നത് ദീർഘദൂര ബസ്സുകളാണ്. ഞങ്ങളത് പ്രത്യേകം MLA പറഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ, ചേലക്കര, തിരുവില്ലാമല പോകുന്ന വണ്ടികളൊക്കെ തന്നെ ഈ വഴിക്ക് തന്നെ പോകണമെന്നും ദീർഘദൂര വണ്ടികൾ മാത്രം, ലോറികളും ബസ്സും കാറുകളൊക്കെ ദീർഘദൂര വണ്ടികൾ മാത്രമേ ആ വഴിക്ക് പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസുമായിട്ട് ഇപ്പം നിലവിലുള്ള റോഡ് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ റോഡുകൾ നിർമ്മിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദീർഘദൂര ബസ്സോ അല്ലെങ്കിൽ വണ്ടികളോ നമുക്ക് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ റോഡിൽ കൂടെ പെട്ടെന്ന് അവിടെ എത്താവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സ്ഥലത്തൊക്കെ തന്നെ ബിസിനസ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല. ഇത് തന്നെയാണ് സംഭവിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിലുള്ള ഷോപ്പിലൊക്കെ തന്നെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കസ്റ്റമർക്ക് കഴിയും. അല്ലാത്ത പക്ഷം ഒരു 5-10 വർഷം കഴിയുമ്പം ഇവിടുത്തെ തിരക്ക് കാരണം തീരെ കച്ചവടം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. വലിയ മാളുകളിലേക്ക് മാത്രം ആൾക്കാർ പോകുന്ന സ്ഥിതിവിശേഷം മാറി ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ബൈപ്പാസ് വന്നാൽ ഒരു ദോഷം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ബൈപ്പാസ് വടക്കാഞ്ചേരി വ്യാപാരികളെ സംബന്ധിച്ച് വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
നമുക്കറിയാം രാജ്യം വികസിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് രംഗങ്ങൾ വികസിക്കും. റോഡുകളായാലും കെട്ടിടങ്ങളായാലും പാലങ്ങളായാലും അതുപോലെ ഓവർ ബ്രിഡ്ജുകളായാലും ഒക്കെ നാടിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ 540 സീറ്റ് എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ തന്നെ ജനസംഖ്യാനുപാതികമായി അത് വർദ്ധിക്കും. അതുപോലെ നിയമസഭയിലുള്ള 140 സീറ്റ് എന്നുള്ളത് വർദ്ധിക്കും. അങ്ങനെ നമ്മൾ പഞ്ചായത്തുകൾ കേരളത്തിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, വില്ലേജുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, മുനിസിപ്പാലിറ്റികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒരു നാടിൻ്റെ വികസനത്തിന് ജനസംഖ്യാനുപാതികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റോഡാണ് പുറാഞ്ചേരി മുതൽ വാഴക്കോട് വരെയുള്ളത്. അന്നുള്ള വീതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 1 ഇഞ്ച് കുറയാന്നല്ലാതെ കൂടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നാൾ ട്രാഫിക്കുകാർ ഈ മറ്റേ ബൈപ്പാസ് വരുന്നതിനോട് ബന്ധപ്പെട്ട അധികാരികൾ ഒരു സെൻസസ് നടത്തിയപ്പോൾ വടക്കാഞ്ചേരി കൂടെ 24 മണിക്കൂറിനുള്ളിൽ 50,000 വണ്ടികൾ ഓടുന്നുണ്ടെന്നാണ് അവരുടെ കണക്ക്. അതായത് ബൈക്കായാലും കാറായാലും ലോറി ആയാലും. അപ്പോൾ ഇത്രയും വണ്ടികൾ ഉൾക്കൊള്ളാനുള്ള ശക്തി വടക്കാഞ്ചേരി റോഡിനില്ല എന്നുള്ളത് നമുക്ക് വടക്കാഞ്ചേരി റോഡിൽ കൂടെ നടക്കുന്നവർക്കൊക്കെ കണ്ടാലറിയാം. കാരണം ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാലോ, ഒരു പീടികയിൽ ഒരു സാധനം മേടിക്കാൻ വരുന്നവന് അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല, കച്ചവടം തന്നെ പോകണം. അതേപോലെ തന്നെ ബൈപ്പാസ് നമ്മൾ പല സ്ഥലത്തും നോക്കിയാൽ അറിയാം, ദീർഘദൂര വണ്ടികളും 30-40 ടണ്ണുള്ള ലോറികളാണ് ആ വഴിക്ക് പോണത്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് വിട്ടാൽ എറണാകുളത്തേക്ക് പോണ ഒരാൾ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും നിർത്തുമോ? ഒരു സ്ഥലത്തും നിർത്തില്ല, നമ്മൾ ശരേന്ന് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെയാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് വന്നാൽ പുറമേ നിന്നുള്ള കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെയുള്ള വണ്ടികൾ വടക്കാഞ്ചേരിക്ക് ഒരു ഉപകാരമില്ലാത്ത വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, പൊക്കോട്ടെ, നല്ലതാണ്. അത്രയും വടക്കാഞ്ചേരിയുടെ ഇവരുടെ ബാഹുല്യം കുറയുമ്പോൾ ഇവിടെ ലോക്കൽ പർച്ചേസ് കൂടില്ലാതെ ഒരിക്കലും കുറയില്ല. അപ്പോൾ ബൈപ്പാസ് വേണം എന്ന് തന്നെയാണ് വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആവശ്യം. ബൈപ്പാസ് വടക്കാഞ്ചേരി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം നിലവിലുള്ള റോഡ് വീതി കൂട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, പറ്റാതെ വരില്ല. ഏറ്റവും വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് വ്യാപാരികളായിരിക്കും. കടകൾ പൊളിച്ചു പോകും, കാര്യങ്ങൾ വരും, വാഹനങ്ങൾ എണ്ണം കൂടി, ഒരുപാട് എണ്ണം കൂടി. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു സംവിധാനത്തെ പറ്റി ചർച്ച ചെയ്യുകയും ടൗണും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വേണം. ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് വടക്കേ സ്റ്റാൻഡിങ്ങോട് വരുമ്പോൾ നമുക്ക് അനുഭവിച്ചിരുന്ന വിഷയം ഉണ്ടായിരുന്നു. ശക്തൻ മാർക്കറ്റിലേക്ക് സ്റ്റാൻഡ് പോകുമ്പോൾ നമ്മൾ അനുഭവിച്ച വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൗണിൻ്റെ വികസനം എന്തായി? അതുപോലെ വികസനത്തിന് ഒരു കാരണവശാലും വ്യാപാരി വ്യവസായികൾ എതിരല്ല, വടക്കാഞ്ചേരിത്തെ കച്ചവടക്കാർ എതിരല്ല. ബൈപ്പാസ് അതൊരു രൂപത്തിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾക്കത് സന്തോഷത്തേക്കാൾ ഉപരി അത് ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് അംഗീകരിക്കുന്നു. ബൈപ്പാസ് റോഡിനെ സ്വാഗതം ചെയ്യുന്നതായും വ്യാപാരികൾ അറിയിച്ചു. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി പ്രത്യേക താൽപ്പര്യമെടുത്താണ് ബൈപ്പാസ് റോഡിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. CPM ഏരിയ സമ്മേളനവും വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് റോഡ് വേണമെന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ജനങ്ങളും ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്. ഇടവേള. പ്രായം വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി കുമരനെല്ലൂർ ഈഞ്ചിലോടി ദേശവിളക്ക് ആഘോഷിച്ചു.
വടക്കാഞ്ചേരി കുമരനല്ലൂർ ഈഞ്ചലോടി ദേശവിളക്ക് ആഘോഷിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യം, താലം, ഉടുക്കുപാട്ട് എന്നിവയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, ശാസ്താംപാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടും തടയും, ഗുരുതി എന്നിവ ഉണ്ടായി. ശാസ്താംപാട്ടും തുള്ളലും തത്വമസി നന്ദകുമാർ വിളക്ക് സംഘം അവതരിപ്പിച്ചു. പഞ്ചവാദ്യത്തിന് ഉദയനാപുരം ഹരി, കലാമണ്ഡലം കുട്ടിനാരായണൻ എന്നിവർ പ്രമാണക്കാരായി. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ.കെ. ശിവൻ, സെക്രട്ടറി കെ. മനോജ്, ട്രഷറർ എം.എ. സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി കൗൺസിൽ വാർഷിക ഗ്രാന്റ് വിനിയോഗിച്ച് വാങ്ങിയ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. എ+ ഗ്രേഡ് ലൈബ്രറി ഗ്രാന്റ് പൂർണ്ണമായും ഉപയോഗിച്ച് മലയാളം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളും ബാലസാഹിത്യ കൃതികളും ഉൾപ്പെടെ 300ഓളം പുസ്തകങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി വി. മുരളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി ജി. സത്യൻ അധ്യക്ഷത വഹിച്ചു. മനു രവീന്ദ്രൻ, എം. ശങ്കരനാരായണൻ, പി. ധന്യ, വി. ജയശ്രീ, ജിജി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CPSJയുടെ സംസ്ഥാന സംഗമം തൃശൂരിൽ നടന്നു. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ CPSJയുടെ സംസ്ഥാന സംഗമം തൃശൂരിൽ വെച്ച് നടന്നു. ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജ് ഡോക്ടർ PNV ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് PS ഗോപിനാഥ്, മുൻ വിവരാവകാശ കമ്മീഷണർ MN ഗുണവർദ്ധൻ, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രൊഫസർ PC തോമസ്, ആയുർവേദ ചികിത്സകൻ ഡോക്ടർ വാസുദേവൻ കളരിക്കൽ, ജോസഫ് ഡി സിൽവ എന്നിവരെ ആദരിച്ചു. വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സുരക്ഷിത വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സുരക്ഷിത യാത്ര സന്ദേശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരളത്തിലെ നിരത്തുകളിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപകട സാധ്യത കുറയ്ക്കുന്നതിനും സുരക്ഷിത യാത്രാ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറ ജംഗ്ഷനിൽ രാത്രി 12 മുതൽ 3 വരെ ടേക്ക് എ ബ്രേക്ക് ക്യാമ്പയിൻ വടക്കാഞ്ചേരി പോലീസും ആക്സ് വളണ്ടിയേഴ്സും ചേർന്ന് സംഘടിപ്പിച്ചു. ദൂരയാത്ര പോകുന്ന ഡ്രൈവർമാർക്ക് ചുക്ക് ചായയും ലഘുഭക്ഷണവും നൽകി. വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ഹുസൈൻ, ASI ശ്രീ ബെന്നി, എക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, SI അബ്ദുൽ ഗഫൂർ, കൺവീനർ നജീബ് PA എന്നിവർ പങ്കെടുത്തു. മുംബൈ ഡോംബ്ലിവല്ലി ഈസ്റ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുംബൈ ഡോംബിവല്ലി ഈസ്റ്റ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 7 വാദ്യങ്ങൾ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത നെല്ലുവായ് KNP നമ്പീശന്റെ പ്രകടനം ആസ്വാദകർക്ക് വേറിട്ടൊരനുഭവമായി. ചടങ്ങിൽ അനൂപ് ജലോട്ടെ KNP നമ്പീശനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് കെ രാജൻ. സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത്. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി ചാണ്ടി ഉമ്മൻ. പത്തനംതിട്ട കോന്നി മുറിഞ്ഞങ്കല്ലിൽ ഉണ്ടായ വാഹനാപകടം ദുഃഖകരമെന്ന് ഗതാഗത മന്ത്രി. മച്ചാട് മാമംഗത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് അത്യാവശ്യമാണ്, അനാവശ്യമല്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.